എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്ന് 18 മെയ് 2025 ഞായറാഴ്ച ചേന്നമംഗലം കിഴക്കുംപുറം അമ്പാട് പാർക്കിൽ അമ്പാട് കഫ്റ്റേരിയയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട 8ാം വാർഡ് മെമ്പർ ശ്രീമതി ദിവ്യ ഉണ്ണികൃഷ്ണൻ രാവിലെ 9:00 നിർവഹിച്ചു. അമ്പാട് പാർക്ക് 8ാം വാർഡിലെയും സമീപ വാർഡുകളിലെയും ജനങ്ങളുടെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. അമ്പാട് പാർക്കിൽ പ്രദേശത്തെ കലാകായിക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതുകൂടാതെ പാർക്കിൽ ആശ്രയ ഡിജിറ്റൽ കേന്ദ്രം, ടാറ്റയുടെ ATM കൗണ്ടർ, അമ്പാടി കഫ്റ്റേരിയ തുടങ്ങിയ സൗകര്യങ്ങൾ ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികളും കുടുംബവുമായി ഒരുമിച്ച് അമ്പാട് പാർക്കിൽ വന്ന് വിനോദ കലാപരിപാടികൾ ആസ്വദിച്ച് വൈകുന്നേരങ്ങളിൽ സ്വല്പം ഭക്ഷണവുമെല്ലാം കഴിച്ച് ലൈവ് ദോശ, മുട്ടക്കറി, ചിക്കൻ കറി തുടങ്ങിയ കുടുംബത്തിന് ആരോഗ്യം നൽകുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ച് ഒരു സായാഹ്നം സന്തോഷകരമായി ചെലവഴിക്കുന്നതിന് വേണ്ടി അമ്പാട് പാർക്കിലേക്ക് സകുടുംബം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രദേശത്തിന്റെ ചെറിയ നന്മ, ആളുകളുടെ കൂട്ടായ്മ, റെസിഡന്റ് അസോസിയേഷൻ, മറ്റു ചെറിയ കലാപരിപാടികൾ എല്ലാം വിജയകരമായി ഇപ്പോൾ അമ്പാട് പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൗകര്യങ്ങളുടെ കൂടെ തന്നെ അമ്പാടി കഫ്റ്റേരിയയുടെ പ്രവർത്തനവും ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ കുടുംബാംഗങ്ങളെയും സസന്തോഷം അമ്പാട് പാർക്കിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ സംരംഭം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് അമ്പാടി കഫ്റ്റേരിയ എന്ന പേരിൽ ഇവിടെ ആരംഭിക്കുകയാണ്. ശ്രീ ശ്രീധർ ഷെണായിയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി എന്ന് ശ്രീമതി ബിന്ദു ചേർന്നാണ് ഈ സംരംഭം തുടങ്ങുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ 8ാം വാർഡിലെ ബഹുമാനായ വാർഡ് മെമ്പർ ശ്രീമതി ദിവ്യ ഉണ്ണികൃഷ്ണനെ സാദരം ക്ഷണിക്കുന്നു. ഒരു ചെറിയ കടകളോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയോ ഒന്നും തന്നെ ഇവിടെ തന്നെ ഇല്ല. ഒരു ശോചനീയമായ ഒരു വാർഡായിരുന്നു ഇത്. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുൻപ് നമുക്കിവിടെ ഒരു മഹേശ്വരൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നമ്മുടെ ഈ അമ്പാട്ട് പാർക്കിലൂടെ ഈ 8ാം വാർഡ് ഏറ്റവും മുന്നിലേക്ക് എത്തുകയും നാടിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും ഇവിടെ എത്തി ഇവിടെയുള്ള എല്ലാ ഗുണമേന്മകളും അറിഞ്ഞു തന്നെ പോകുന്നവരാണ്. കഴിഞ്ഞ ഒരു 2 വർഷത്തിലേറെയായി നമ്മുടെ ഈ അമ്പാട്ട് പാർക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു വന്നിരുന്നു. അതിനുശേഷം ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും, അതായത് ഓരോ ദിവസങ്ങളിലും ഇവിടെ ഓരോ പരിപാടികളാണ് ഇവിടെ നടന്നു പോകുന്നത്. വിവിധ തരത്തിലുള്ള കലാപരിപാടികളും കായിക പരിപാടികളും അതുപോലെ വിവിധ ഉദ്ഘാടന കർമ്മങ്ങളും ഇവിടെ നടക്കാത്ത പരിപാടികൾ വളരെ ചുരുക്കമാണ്.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന മറ്റു വാർഡുകളിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പരിപാടികൾ നമുക്ക് ഇവിടെ 8-ാം വാർഡ് നടക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ 11-ാം തീയതി ഏപ്രിൽ 11-ാം തീയതി നടന്ന കെടാമംഗലം സദാനന്ദൻ അനുസ്മരണ പരിപാടി വലിയ ഒരു വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഒരു വലിയൊരു പരിപാടിയായിട്ടാണ് ഇവിടെ നടന്നത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്കിവിടെ ആവശ്യം എപ്പോഴും നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള പരിപാടി നമുക്കുള്ളൂ അല്ലെ. എന്ത് പരിപാടി വന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഇവിടെ അടുത്ത് മറ്റുള്ള കടകളൊന്നുമില്ല. ഞങ്ങളതൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ടാണ് എല്ലാം ചെയ്യാറ്. നമുക്കത് ഇവിടെ വേണമെന്നുള്ള ആവശ്യം മഹേഷിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു ചായക്കടയാണ്, ഇബ്രാഹിമിന്റെ ചായക്കട അല്ലെ, മമ്മൂക്കയുടെ ചായക്കട എന്ന് പറയുന്ന ഒരു ചായക്കട മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ ആ ഒരു ചായക്കട ഇന്നും ഈ ചേന്നമംഗലത്തുകാരുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ സേവനങ്ങളോ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ചായയേക്കാൾ ഉപരിയായിട്ട് അവിടെ നിന്ന് കിട്ടിയ സ്നേഹോപകരണങ്ങൾ തന്നെയായിരിക്കും അതിനുള്ള മുഖ്യ കാരണം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ അമ്പാട്ട് പാർക്ക് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം ഇവിടെ ആവശ്യപ്പെട്ടത് ഇവിടെ ഒരു ടീ ഗ്ലാസ് കട അല്ലെങ്കിൽ ഒരു വെള്ളം, നമുക്ക് അത്യാവശ്യം വെള്ളം ലഭിക്കണം അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കണം, അങ്ങനെയുള്ളൊരു കട ഇവിടെ ഏറ്റവും അത്യാവശ്യമാണ് 8-ാം വാർഡിൽ എന്നുള്ളൊരു കാര്യമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് സാധ്യമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. ഇദ്ദേഹം എന്നോട് ഈ കാര്യത്തെ പറ്റി പറയാൻ പലവട്ടം ഫോണിൽ ആവശ്യപ്പെട്ടിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതങ്ങനെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മുടെ